ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ പാർവതി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ദിവസമായി ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് ഇട്ടിട്ട്, കാരണം കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് വാഷിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എല്ലാവർക്കും ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഒരേപോലുള്ള സംശയമാണ് നമ്മുടെ ഫേസ് വാഷ്. നമ്മുടെ സ്കിന്നിന് യോജിക്കുന്ന ഫേസ് വാഷസ് ഏതൊക്കെയാണ്, എന്തൊക്കെ പ്രത്യേകതകളുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യണം, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തിനാണ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് 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 ഡൗട്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് ഇപ്പോ. അപ്പൊ പേഴ്സണലി എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്കുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതിനു മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ പറയുന്നത് നമ്മുടെ നാച്ചുറൽ ക്ലെൻസേഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ പയറുപൊടി, അതേപോലെ തന്നെ കടലമാവ്, ഇതൊക്കെയായിരുന്നു നമ്മൾ നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്, ക്ലെൻസേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. പണ്ടുള്ളവർ ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഫേസ് വാഷിനെ കാട്ടിയും എന്തുകൊണ്ടും നല്ല ക്ലെൻസേഴ്സ് നമ്മുടെ പയറുപൊടി അതേപോലെ തന്നെ കടലമാവ് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഡ്രൈ സ്കിൻ ഉള്ളവര് അതേപോലെ തന്നെ ആക്നെ ഒക്കെ ഉള്ളവരാണ് എങ്കിൽ കടലമാവ് യൂസ് ചെയ്യാതിരിക്കുക. കാരണം കടലമാവ് കുറച്ചും കൂടി നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുകയും നമ്മുടെ സ്കിന്നിന് ഒരു എലാസ്റ്റ് വലിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പൊ ഇനി നമുക്ക് ഫേസ് വാഷിനെ കുറിച്ചിട്ട് പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്തിനാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്? അപ്പം ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ, നമുക്ക് ഡെയിലി നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യണം എന്ന് ആരും പറയില്ല. ചുമ്മാ ഇപ്പൊ എങ്ങും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണ് എങ്കിൽ 1, 2, 3 വട്ടം ഒന്നും ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡെയിലി ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി. എങ്ങും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണ് എങ്കിൽ. ഇപ്പം ജോലിക്ക് പോയി പുറത്ത് പോയിട്ടൊക്കെ വരുന്നവരാണ് എങ്കിൽ ഒരു രാവിലെയും പോകുന്നതിന് മുൻപും അതേപോലെ തന്നെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷവും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ മുഖത്തുള്ള, നമ്മളിപ്പോ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നിട്ട് പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരുപാട് ഡേർട്ട് കാര്യങ്ങൾ, കാരണം പൊടിയൊക്കെ അടിച്ചിട്ട് ഒരുപാട് ഡേർട്ട് കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ചോദിക്കും, നമുക്ക് സോപ്പ് വച്ച് കഴുകിയാ പോരെ എന്ന് ചോദിക്കും. കുഴപ്പമില്ല, നമ്മൾ ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യണം എന്ന് ആരും പറയുന്നില്ല. ഇപ്പൊ ഫേസ് വാഷിന് തന്നെ പലതരം ഫേസ് വാഷ് ഉണ്ട്. ഇതിന്റെ അകത്ത് സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷസ് ഉണ്ട്. അപ്പം ഈ ഡ്രൈ സ്കിൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ സോപ്പ് ഫ്രീ ഫേസ് വാഷസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പൊ ഒരുപാട് സോപ്പ് നമ്മുടെ മുഖത്തിട്ട് റബ്ബ് ചെയ്യാതിരിക്കുക. അപ്പം രാവിലെയും രാത്രിയും, അല്ലെങ്കിൽ രാവിലെയും ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷവും മാത്രം 2 നേരം നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു വട്ടം ചെയ്ത് പിന്നെ കുളിക്കാൻ നേരത്ത് വീണ്ടും ചെയ്ത് പിന്നെ വീണ്ടും ചെയ്ത് അങ്ങനത്തെ ആവശ്യമില്ല. ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ മുഖത്തുള്ള ഡേർട്ട് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളൊരു ഡൗട്ടായിരുന്നു, എന്തിനാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കാരണം. അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാല്, ഏത് തരം ഫേസ് വാഷ് ആണ് നമുക്ക് ചേരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യേണ്ടത്, നമ്മുടെ സ്കിന്നിനനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഫേസ് വാഷ് തന്നെ പലതരത്തിലുണ്ട്. നമുക്ക് ക്രീമി ആയിട്ടുള്ള ഫേസ് വാഷ് ഉണ്ട്, ജെൽ ടൈപ്പ് ഉണ്ട്, ലോഷൻ ടൈപ്പ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഓരോ കെമിക്കൽസ്, സാലിസിലിക് ആസിഡ് പോലത്തെ ഓരോ കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഫേസ് വാഷ് ഉണ്ട്, ഫോമിംഗ് ഫേസ് വാഷ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഫേസ് വാഷ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് ടൈപ്പ് ഫേസ് വാഷ് ആണ് നമുക്ക് നല്ലത്, നമുക്ക് ഏതാണ് ചേരുന്നത് എന്ന് എങ്ങനെ സെലക്ട് ചെയ്യാം, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ എന്ത് തരം സ്കിൻ ടൈപ്പ് ആണ്, ഡ്രൈ ആണോ, ഓയിലി ആണോ, കോമ്പിനേഷൻ ആണോ, സെൻസിറ്റീവ് ആണോ, ഏത് ടൈപ്പ് സ്കിന്നാണ് നമ്മുടെ എന്ന് ഫസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ അറിയാത്തവരുണ്ട് എങ്കിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരാണ് എങ്കിൽ ഒന്ന് ഓടിപ്പോയി കണ്ടിട്ട് വരിക. അപ്പോ ഏത് ടൈപ്പ് സ്കിന്നാണ് നമ്മളെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മുടെ ഒരുപാട് ഡ്രൈ സ്കിന്നാണ്, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിന്നാണ് എങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫേസ് വാഷ് അല്ല, നമ്മളിപ്പോ മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും ടോണർ യൂസ് ചെയ്താലും
എന്ത് ബ്യൂട്ടി പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നെങ്കിലും നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ സ്കിന്നിന് അത് ആപ്റ്റ് ആണോ, അത് യോജിക്കുന്നുണ്ടോ, എന്തെങ്കിലും ബാഡായിട്ട് എഫക്ട് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവോ എന്ന് നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഏത് പ്രോഡക്റ്റും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. ഫസ്റ്റ് നമ്മുടെ കയ്യിലോ കാലിലോ ഒന്ന് അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം, കുഴപ്പമില്ല എന്ന് ഉറപ്പ് വന്നിട്ട് മാത്രം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്പോ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് നോക്കാം. ഇപ്പോ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നമ്മുടെ സോപ്പ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ സോപ്പ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രീമി ആയിട്ടുള്ള ക്ലെൻസേഴ്സ്, ക്രീമി ആയിട്ടുള്ള ഫേസ് വാഷസ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ ഫേസ് വാഷസ് സജസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഫേസ് വാഷസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഡ്രൈ സ്കിൻ ഉള്ളവരാണ് എങ്കിൽ. ഇനി നമുക്കൊരു ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ഫോമിംഗ് ടൈപ്പ് ഫേസ് വാഷ്, ഈ നല്ല പതയൊക്കെയുള്ള ഫേസ് വാഷ് ഉണ്ടല്ലോ, അപ്പൊ ഫോമിംഗ് ടൈപ്പ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ആക്നെ പ്രോൺ ഒക്കെ ഉള്ളവരാണെങ്കിൽ സാലിസിലിക് ആസിഡ് ഉൾപ്പെടുന്ന ഫേസ് വാഷസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ അതായിരിക്കും അവർക്ക് കൂടുതൽ നല്ലത്. ഈ ആക്നെ ഒക്കെ ഉള്ളവരാണ്, ഒരുപാട് കുരുവൊക്കെ ഉള്ളവരാണ് എങ്കിൽ അവർക്ക് ഈ സാലിസിലിക് ആസിഡ് ഉൾപ്പെടുന്ന ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇല്ലാത്തവരാണെങ്കിൽ ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നാണ് എങ്കിൽ അവർക്ക് ഈ ഫോമിംഗ് ടൈപ്പ് നല്ല പതയുന്ന ഇതായിരിക്കും നല്ലത്. അതാവുമ്പോൾ കൂടുതൽ നമ്മുടെ സ്കിന്നിലുള്ള നമ്മുടെ ഫേസിലുള്ള ഓയിൽ അവർ അബ്സോർബ് ചെയ്യാതെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കും. അതേപോലെ തന്നെ ഈ ആക്നെ പ്രോൺ ഉള്ളവരാണ്, ഈ ഓയിലി സ്കിൻ ടൈപ്പിൽ തന്നെ ആക്നെ പ്രോൺ ഉള്ളവരാണ് എങ്കിൽ തന്നെയും, ഒരുപാട് കുരുക്കൾ ഉള്ളവരാണ് എങ്കിൽ തന്നെയും ഈ ക്ലേ ടൈപ്പ് ക്ലെൻസേഴ്സ്, ക്ലേ ടൈപ്പ് ഈ ചാർക്കോൾ ഫേസ് വാഷ്, അങ്ങനത്തെ ഫേസ് വാഷ് ഇപ്പൊ അവൈലബിൾ ആണല്ലോ. അപ്പൊ അതും ബെറ്റർ ആയിരിക്കും, അതും നല്ലതായിരിക്കും. ആ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് അത് കുറച്ചുകൂടി നല്ല ഒരു ഫേസ് വാഷ് ആയിരിക്കും. അപ്പോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓയിലി ഡ്രൈ കോമ്പിനേഷൻ, ഈ 3 സ്കിൻ ടൈപ്പിന് ചേരുന്ന ഫേസ് വാഷസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പോ ഇത് നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ചോദിക്കുന്ന, ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ, ഒരുപാട് ഫേസ് വാഷ് മോയ്സ്ചറൈസർ ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതെല്ലാം നല്ലത് തന്നെയാണോ, അവര് യൂട്യൂബേഴ്സ് പറയുന്നതൊക്കെ ശരിയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോ ചില യൂട്യൂബേഴ്സ്, നമ്മളിപ്പോ ചില കാര്യങ്ങളൊക്കെ ആണ് എങ്കിൽ ചില യൂട്യൂബേഴ്സ് പ്രമോഷന് വേണ്ടിയിട്ട് അവര് ഒരു പ്രോഡക്റ്റിനെ പ്രമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പൊക്കി പറയാറുണ്ട്. പക്ഷെ ചിലവരാണെങ്കിൽ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇപ്പൊ യൂട്യൂബേഴ്സ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും അവര് പറയുന്നത് തന്നെയാണ് ശരി എന്ന് വിശ്വസിച്ച് നിങ്ങൾ ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ചിലപ്പോൾ അവരുടെ സ്കിന്നിന് അത് ആപ്റ്റ് ആയിരിക്കും, അവരുടെ സ്കിന്നിന് അത് നല്ലതായിരിക്കും, പക്ഷെ അതേപോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിൻ ഉള്ളത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്കിന്നിന് ചേരണം എന്നില്ല. ഇപ്പൊ നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് പോവുകയാണ്, അപ്പൊ അതിനേക്കാളും നല്ല ഫേസ് വാഷ് മാർക്കറ്റിൽ ഇപ്പൊ പുതിയതായിട്ട് വന്നു. അപ്പോൾ ആരെങ്കിലും പറയണം അതാണ് ബെറ്റർ, അതാണ് നല്ലത്, അത് തേക്കുമ്പോൾ നമുക്ക് സ്കിൻ ഗ്ലോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കും, അത് വാങ്ങിക്കാൻ വേണ്ടി പോകും. പക്ഷെ അതിടുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരുപാട് പിമ്പിൾസ് വരാനും അങ്ങനെ പല ഡാമേജസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അത് നമ്മൾ യൂസ് ചെയ്തിട്ട് മാത്രം അത് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് നോക്കുക. അല്ലാതെ വേറൊരാൾ പറഞ്ഞ് നല്ലത് എന്ന് പറയുന്നത് കേട്ട് നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക, നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അത് ഒരുപാട് ഡാമേജസ് ഉണ്ടാക്കും നമ്മുടെ ബോഡിക്കായാലും നമ്മുടെ ഫേസിനായാലും എന്തിനായാലും. അപ്പൊ ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തിനാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യേണ്ടത്, യൂട്യൂബേഴ്സ് പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാം കറക്റ്റ് ആണോ, ഈ 3 ക്വസ്റ്റ്യനുള്ള ഉത്തരമാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇന്ന് ഞാൻ ഫേസ് വാഷ് ആണ് ചെയ്തത്. ഇനി ഞാൻ അടുത്തത് മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത്. കാരണം ഒരുപാട് ബിഗിനേഴ്സിനായാലും ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും ഉള്ള ഡൗട്ടാണ് ഓരോ സ്കിൻ ടൈപ്പിന് എന്ത് തരം മോയ്സ്ചറൈസർ അല്ലെങ്കിൽ എന്ത് തരം ഫേസ് വാഷ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്, എന്തൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായി എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും